ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ, നമസ്കരിച്ചാൽ എന്നല്ല, ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി അർദ്ധരാത്രി വരെ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിച്ചവന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഇശാ ജമാഅത്ത് ചെറുതല്ല. ഹദീസിന്റെ ബാക്കി, വമൻ സല്ല സുബ്ഹ ജമാഅത്തൻ, ആരെങ്കിലും സുബ്ഹയും ജമാഅത്തായി നമസ്കരിച്ചാൽ, ഇശാവും സുബ്ഹയും, ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, രാത്രി മുഴുവൻ ഉറങ്ങാതെ നമസ്കരിച്ചവന്റെ പ്രതിഫലം ലഭിക്കും. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, എല്ലാ ദിവസം പോലെ തന്നെ ഇന്ന് പ്രഭാതം ഉണ്ടായിരുന്നു. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, നമ്മൾ എത്ര പേരാണ് കൃത്യമായി ഇന്ന് ജമാഅത്തിൽ പങ്കെടുത്തവർ? ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഏത് ദിവസം കച്ചവടം തുടങ്ങാൻ നല്ലത്? വീട് താമസത്തിന് ഏത് ദിവസം നല്ലത്? ഞാനൊരു വലിയൊരു ജോലിക്ക് കയറാൻ പോകും, ഏത് ദിവസം നല്ലത്? എല്ലാ ദിവസവും നല്ലതാ. രാവിലെ എണീറ്റ് സുബ്ഹി നിസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോണം. അതല്ലാത്തവൻ ദിവസത്തിന്റെ നന്മയ്ക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല.